എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ വാട്ടർ കളർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും വാട്ടർ കളർ ചെയ്യാൻ ഭയമാണ്, കാരണം അത് എന്താവും എന്നുള്ളതും ഒക്കെ ഒരു വിഷയമാണ്. അതുകൊണ്ട് പലരും വാട്ടർ കളർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വാട്ടർ കളർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായി വേണ്ടത് നമ്മുടെ സ്കെച്ച് വളരെ പവർഫുള്ളായി നിൽക്കുക എന്നുള്ളത്. നമ്മളെ സ്കെച്ച് എത്രത്തോളം നന്നാവുന്നോ അത്രയും വാട്ടർ കളർ നന്നായി കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന സ്കെച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഓരോ വരകളല്ല ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്, പക്ഷെ അതിൻ്റെ പെൻസിൽ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എവിടെയും സ്കെച്ചുകൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അവിടെയൊക്കെ തന്നെ അതിൻ്റെ കറുപ്പിക്കലും വെളുപ്പിനെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു വാട്ടർ കളർ രീതിയിലുള്ളൊരു പെയിൻറ്റിങ് ഷെയ്ഡിങ് ആണ് നടക്കുന്നത്. അതായത് ആവശ്യമുള്ള ഭാഗത്ത് വെളുപ്പ് ഒഴിവാക്കിയിടുകയും അല്ലാത്ത ഭാഗത്ത് കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വാട്ടർ കളർ ശൈലിയാണ്. നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെള്ള ആവശ്യമുള്ളിടത്തിൽ ഒഴിച്ചിടുകയാണ് ചെയ്യല്. അപ്പോൾ ഈ ഒരു പെൻസിൽ ഡ്രോയിങ്ങിൽ ചെയ്ത് അല്ലെങ്കിൽ പെൻസിൽ ഷെയ്ഡിങ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതിനെ എങ്ങനെ വാട്ടർ കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതായി ഇപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു പെൻസിൽ ഡ്രോയിങ്ങിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മൾ കളറിലേക്ക് പോയത്. ഇത് മോണോക്രോം രീതിയിൽ ചെയ്യാം, ഒറ്റ കളറിൽ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ എവിടെ ഉപയോഗിച്ചത് മൾട്ടി കളറാണ്. പലതരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനെ വരയ്ക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കളറുകൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. നേരത്തെ നമ്മൾ ഒറ്റ കളറിൽ ഒരു പെൻസിലിൻ്റെ ടോണിൽ ഷെയ്ഡും ലൈറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ചിത്രം ഉണ്ടാക്കിയതെങ്കിൽ ഇതിൽ അതിന് പകരം നമുക്കിഷ്ടമുള്ള നിറങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഈ ചിത്രം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ കൊടുത്തിട്ടുള്ള ഷെയ്ഡുകൾ, അതിൻ്റെ ഡെപ്തുകൾ, അതിൻ്റെ വാല്യൂ, കളർ വാല്യൂ അത് കൃത്യമായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെയും എന്ത് സംഭവിച്ചിട്ടില്ല, പെൻസിൽ കൊണ്ടാണ് വരച്ചെങ്കിലും അവിടെ പെൻസിൽ ഷെയ്ഡിങ് മാത്രമാണ് നടന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്കെച്ചിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നില്ല. നമ്മൾ സ്കെച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബ്രഷ് കൊണ്ടാണ് സ്കെച്ച് ചെയ്യുന്നത്. അത് നമുക്ക് ഇതില്ലാതെയും ചെയ്യാം. നമുക്ക് പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്തിട്ട് അതിനെ ആ രീതിയിലേക്ക് മാറ്റി ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറും തമ്മിൽ വലിയൊരു അന്തരമില്ല, വലിയ വ്യത്യാസമില്ല. മീഡിയങ്ങൾ മാറുന്നതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പരിശീലിച്ചാൽ നമുക്ക് ആ മീഡിയത്തിൻ്റെ സ്വഭാവം മനസ്സിലാവും. ഈ സ്വഭാവം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ സ്കെച്ച് നന്നായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്കെച്ച് നന്നായി ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചില ഭാഗത്ത് ആ ഫ്രണ്ടിൽ ഏരിയയിൽ വാഷ് ചെയ്തു. ആ വാഷ് ചെയ്തതിന് ശേഷം നടക്കുന്നത് മുഴുവൻ പെയിൻറ്റ് കൊണ്ടുള്ള സ്കെച്ചിങ്ങുകളാണ്. അപ്പം സ്കെച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് വാട്ടർ കളറിന്. മറ്റൊരു മീഡിയം ചെയ്യുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് വാട്ടർ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മീഡിയവും അനായാസം നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ അക്രിലിക്കിൽ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്, ഓയിൽ കളറിൽ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. വളരെ റഫായിട്ടും വളരെ സ്മൂത്തായും ചെയ്യുന്ന രീതിയിലുണ്ട് അല്ലേ. അപ്പോൾ വാട്ടർ കളറിൻ്റെ ഒരു സ്മൂത്തായി ചെയ്യാനല്ല ബുദ്ധിമുട്ട്, കുറച്ചുകൂടി റഫായിട്ട് ചെയ്യാനാണ് എപ്പോഴും എല്ലാ മീഡിയങ്ങളും ബുദ്ധിമുട്ട്. സ്ട്രോക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് വളരെ റഫായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നൈഫും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസായിട്ട് നമുക്ക് എപ്പോഴും ഒരു വാട്ടർ കളറിൻ്റെ ശക്തി ഉണ്ടാവും. നോക്കാം, ആ ജനലൊക്കെ നമ്മൾ നേരത്തെ ചിത്രത്തിൽ അത് വരയ്ക്കാൻ മറന്നുപോയതാണ്. പക്ഷെ നമ്മളിത് ഇതിൻ്റെ അകത്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ആ ഡാർക്ക് വേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ കളർ വയ്ക്കുകയും ലൈറ്റ് വേണ്ട ഇടത്തിൽ അത് കൃത്യമായിട്ട് ഒഴിവാക്കി. ഈ ഒരു ബോധമാണ് നമ്മുടെ ചിത്രത്തിൻ്റെ ഡെപ്ത് കൂട്ടാൻ കാരണം. ഉണ്ടാവും അവിടെ കളറില്ല, പക്ഷെ ഇവിടെ നമുക്ക് കളറും അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഷെയ്ഡും വെച്ചു. ഓക്കെ, ചില സ്ട്രോക്കുകളൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്. ഇത് നോക്കാം, ഈ ചില ഡെപ്തുകളൊക്കെ കൂടുതൽ അപ്ലൈ ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്കറിയാം
ഒരു വീടിൻ്റെ ആ ഏരിയ നമുക്ക് വളരെ ഡെപ്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തറയുടെ ഭാഗം ചെറിയ വരകൾ നമ്മൾ നേരത്തെ പെൻസിൽ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ 2 വരകൾ ഇടുമ്പോഴത്തേക്ക് അവിടെ സ്റ്റെപ്പാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് നേരത്തെ പറഞ്ഞ ലൈറ്റിംഗ് കൃത്യമായി വേണ്ട ഭാഗത്ത് കൃത്യമായി ഒഴിവാക്കിയിടുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഫീൽ ചെയ്തോളൂ. ഒക്കെ ഒരു ഇല്യൂഷനാണ്, കൃത്യമായി വരച്ചുണ്ടാക്കുന്നതല്ല. അത് കൃത്യമായ സ്ഥലങ്ങളിൽ അത് പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് തോന്നിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചറിയാം, ആ വൈറ്റ് ഒഴികെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായി അതിൻ്റെ സ്ഥലം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം നമ്മളൊരു നേരത്തെ പെൻസിൽ ഡ്രോയിങ്ങിലാണ് ചെയ്തെങ്കിൽ ഇതിൽ ഒരു കളർ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ വാട്ടർ കളർ ചെയ്യുമ്പം നോക്കുക, കൃത്യമായും ഗ്രീൻ കളർ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. അതിൻ്റെ അകത്ത് ബ്ലൂവും അങ്ങനെയുള്ള പല കളറുകളും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൽ ബ്ലൂവും യെല്ലോ ഗ്രീനും തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനെ കുറച്ച് ഡാർക്ക് ചെയ്തു. അത് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നിരന്തരം പ്രാക്ടീസാണ് വാട്ടർ കളറിനെ നമ്മളെ കൈപ്പിടിയിലേക്ക് ഒതുക്കി കൊണ്ടുവരുന്നത്. വാട്ടർ കളറിൻ്റെയും സ്കെച്ചിൻ്റെയും ഒക്കെ തന്നെ നിരന്തര പ്രാക്ടീസുകളാണ് നമ്മളെ അത് ഈസിയാക്കി മാറ്റുന്നത്. ഒക്കെ വേണ്ട ഭാഗങ്ങളിലൊക്കെ ഡാർക്ക് വെക്കുമ്പോൾ തന്നെ ആ ചിത്രം അവിടെ മേൽക്കൂര ഷീറ്റാണെന്നും ആ ഷീറ്റ് തിളങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിലത്ത് ഷെയ്ഡുകൾ വെക്കുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റുകൾ കൂടുതൽ ഒഴിവാക്കിയിടുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ ഒഴിവാക്കി ഷെയ്ഡുകൾ മാത്രം അത് തൊട്ടപ്പുറത്തെ ഫ്രെയിമിൻ്റെ അപ്പുറത്തുള്ള ട്രീയുടെ നിഴലും ഒക്കെ അതിൻ്റെ അകത്ത് നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു സിൽ ഔട്ട് മൂഡിലേക്കാണത് നിൽക്കുന്നത്. കാരണം ബാക്കിലെ ആ ലൈറ്റിൻ്റെ ഒരു കൂടുതലുകൊണ്ട് തന്നെ നമുക്കതിനെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണിക്കുന്നത്. നോക്കുക, അതിൻ്റെ ചില്ലകൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ബ്രഷുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നടക്കുന്നത് സ്കെച്ചുകൾ തന്നെയാണെന്നാണ്, അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പെയിൻറ് കൊണ്ടുള്ള സ്കെച്ചാണ്, ബ്രഷ് കൊണ്ടുള്ള സ്കെച്ചിങ് ആണ് നടക്കുന്നത്. അപ്പം നമ്മളെ സ്കെച്ചിങ് നല്ല പവറായിരിക്കണം. ആ സ്കെച്ച് തന്നെയാണ് പെയിൻറ്റിങ്ങിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ടും പറയാൻ ശ്രമിച്ചത്. അപ്പം എനിക്ക് കിട്ടിയ എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഒരു പാഠമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു മെത്തേഡ് പലപ്പോഴും പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു രീതിയാണ്. എനിക്ക് വാട്ടർ കളറിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ്. ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് വാട്ടർ കളർ ഇനിയും എന്നറിയാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോവുകയാണ്. ആ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വരയ്ക്കട്ടെ. വാട്ടർ കളർ ഭയത്തോടു കൂടി നോക്കി നിൽക്കേണ്ട സാധനമല്ല. ഏറ്റവും രസകരമായൊരു മീഡിയമാണ്. മറ്റേത് മീഡിയത്തിനേക്കാൾ രസമുള്ള ഒരു മീഡിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് വരച്ചെടുക്കുകയും ചെയ്യാം. ഇതിനുപയോഗിച്ച കളറ് സാധാരണ ക്യാമലിൻ്റെ വാട്ടർ കളർ, ആർട്ടിസ്റ്റ് വാട്ടർ കളർ തന്നെയാണ്.